ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പെർഫെക്റ്റ് കപ്പ് കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ കൂട്ടി എടുത്തേക്കാണ്. അതൊക്കെ മേലെ ഞാനൊരു അരിപ്പ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കപ്പില്ലെങ്കിൽ നിങ്ങളുടെ സാധാരണ ഗ്ലാസ് എടുത്താൽ മതിയാവും. അതിൽ 1 ഗ്ലാസ് മൈദ കലർന്നെടുക്കുക. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്ത് അരിച്ചിട്ട് കൊടുക്കാം. അരിക്കുന്ന സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ ഡ്രൈ ലംസൊക്കെ ഒഴിവാക്കാനാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കുക. അതിനുശേഷം നന്നായിട്ട് നമ്മളൊരു സ്പൂൺ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടേക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഒരു 1/2 കപ്പിൽ പഞ്ചസാര പൊടിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് മധുരം ഇഷ്ടമില്ല, അതുകൊണ്ടാണ് 1/2 കപ്പ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 3/4 കപ്പോളം നമുക്ക് പഞ്ചസാര കിട്ടും. അപ്പം ഒരുപാട് മധുരം ഉള്ളവർക്ക് 1 കപ്പും ചേർക്കാം കേട്ടോ. അപ്പം ഞാനൊരു ഡ്രൈ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ അരിച്ചെടുക്കാം. പക്ഷെ ഞാൻ ഇങ്ങനെ ചേർക്കണുള്ളൂ. കാരണം നമ്മുടെ മുട്ട നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരാൻ ഉപ്പ് സഹായിക്കും. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്യണത്. അപ്പം നമ്മൾ 1 മിനിറ്റ് നന്നായിട്ട് ഇതിനൊന്ന് ബീറ്റ് ചെയ്യുക. അപ്പം ഫോർക്കോ വിസ്കോ ഒന്നും ബീറ്ററോ ഇല്ലാത്തവർ മിക്സിയുടെ ജാറിൽ 1 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ പതഞ്ഞ് വരുന്നത്. ഇത്രയും പതഞ്ഞ് വരില്ല, എന്നാലും കുഴപ്പമില്ലാണ്ട് പതഞ്ഞ് വരും കേട്ടോ. നന്നായിട്ടൊന്ന് നമ്മുടെ മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം കുറേശ്ശായിട്ട് നമ്മുടെ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഞാൻ കുറേശ്ശെയാണ് ഒക്കപ്പാടെ നമ്മൾ പഞ്ചസാര ഇട്ട് ബീറ്റ് ചെയ്യണമെങ്കിൽ അലിഞ്ഞു വരത്തില്ല. അപ്പോൾ കുറേശ്ശെയായിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പഞ്ചസാര മുഴുവനും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് ഞാൻ 1 മിനിറ്റ് ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ മുട്ട മണം ഒട്ടും കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുട്ട മണം ഒട്ടും കിട്ടത്തില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ബട്ടറാണ് മെൽറ്റ് ചെയ്ത് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. ഇതിന് ലോ സ്പീഡിലാണ് ബീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്നവർ ബട്ടർ തന്നെ എടുത്തോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് ബട്ടർ നമ്മുടെ കേക്കിന് യൂസ് ചെയ്യുമ്പോൾ. അപ്പം സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 1 മിനിറ്റ് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്യാം. നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നത്. അല്ലാണ്ട് എല്ലാം കൂടെ വാരിയിട്ടും ഒക്കെപ്പാടെ കുത്തി പിടിച്ചെടുക്കരുത്. എങ്കിൽ നമ്മുടെ കേക്ക് ഹാർഡായിപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് കേക്കല്ലേ ആവശ്യം. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ അടിയിൽ നിന്നൊക്കെ എടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ കപ്പ് കേക്കിന് ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസിലുള്ള ബാറ്റർ വേണ്ടെങ്കിൽ അടിഭാഗം വെന്ത് കിട്ടത്തില്ല. അവിടെയൊക്കെ ഒരു നനവ് പോലെയൊക്കെ നമുക്ക് തോന്നും. ഒരുപാട് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുകയില്ല, ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മുടെ കേക്ക്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിക്കുള്ള കേക്ക് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇത് ഇച്ചിരി ഒന്ന് കട്ടിയായതുകൊണ്ടും നമ്മുടെ ബാക്കി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കി പൗഡറും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് പാലിന് പകരം വേണമെങ്കിൽ വെള്ളം വേണമെങ്കിലും ചേർക്കുക. ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി ഇതിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. 2 ടേബിൾ സ്പൂണേ എന്തായാലും പാടുള്ളൂ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ എടുക്കുമ്പോൾ ഇച്ചിരി ഒന്ന് ഇറ്റ് വീഴണം. ഒരുപാട് ലൂസായിട്ടങ്ങ് വീഴും, ഇച്ചിരി ഒന്ന് ഇറ്റ് വീഴുന്ന പരുവം മതി. അപ്പം ഞാൻ 2 ഇതുപോലത്തെ ഇച്ചിരി ഭംഗിയുള്ള ഒരു കപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി ഞാൻ നമ്മുടെ സാധാരണ കപ്പിലോട്ടാണ് ബാക്കി ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലത്തെ സാധാരണ നമ്മുടെ കപ്പിനും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് 20 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ഓവനിലാണ് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക് തന്നെയാണ് കിട്ടിയേക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഫോളോ ചെയ്ത് ട്രൈ ചെയ്യുക. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന മാതിരി വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യുക. ഒന്നും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട്